എല്ലാ മതങ്ങളിലും പെട്ട വിശ്വാസികളെയും ഇടതുപക്ഷം മാനിക്കും. ഞങ്ങൾ ചില ആളുകൾ ഒരുപക്ഷെ ആശയപരമായി ഭൗതികവാദികളായിരിക്കാം. പക്ഷെ ഇന്നത്തെ മുഖ്യ പ്രശ്നം അതല്ല. വികസനത്തിന്റെ എല്ലാ ചർച്ചയും ഉണ്ടാകേണ്ടത് ശൂന്യതയിലല്ല, നമ്മുടെ തറയിൽ ചവിട്ടിക്കൊണ്ട് വേണം ആ ചർച്ചകൾ ഉണ്ടാകേണ്ടത്. ഇവിടുത്തെ മനുഷ്യൻ, അവരുടെ ജീവിതം, സാമൂഹിക അന്തരീക്ഷം, ഇവിടുത്തെ പ്രകൃതി, ഇതെല്ലാം ആയിട്ട് ബന്ധപ്പെട്ടതാണ് വികസനം. ഞങ്ങൾ 5 ലക്ഷം വീട് പണിതവരാണ്. ലക്ഷക്കണക്കിന് ഭൂരഹിതർക്ക് ഞങ്ങൾ ഭൂമി കൊടുത്തവരാണ്. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നവരാണ്. പാലം കടക്കുവോളം നാരായണ എന്ന് പറയുന്ന കോൺഗ്രസ്, BJP അങ്ങനെ തന്നെയാണ്. പാലം കടന്നാൽ പിന്നെ കൂരായണ എന്ന് പറയും. അതൊരു വലിയ പരമ്പരയാണ്. സ്ത്രീ സുരക്ഷ, ന്യൂനപക്ഷ രക്ഷ, ദളിത് ആദിവാസി പക്ഷപാതിത്വം, ഇതെല്ലാം ഇടതുപക്ഷത്തിന്റെ മുഖമുദ്രയാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ള ചവിട്ടുപടിയല്ല മതം. മതം വിശ്വാസിയും ദൈവവും തമ്മിലുള്ളൊരു ഉടമ്പടിയാണ്. സങ്കടം പറയാൻ വേണ്ടിയുള്ള അവന്റെ മാധ്യമമാണ് മതം. ആ അർത്ഥത്തിൽ ഞങ്ങളതിനെ മാനിക്കും, സ്നേഹിക്കും. കേരളത്തിന്റെ വികസനത്തിന്റെ പ്രശ്നം പറയുമ്പോൾ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ പറ്റി പറയേണ്ടതുണ്ട്. സമാധാനവും മൈത്രിയും ഇല്ലാത്ത സമൂഹത്തിൽ ഏതെല്ലാം നേതാവ് എന്തെല്ലാം പ്രസംഗിച്ചാലും വികസനം വരില്ല. ഇടതുപക്ഷത്തിന്റെ ഒന്നാമത്തെ വാഗ്ദാനം അതായിരിക്കും. വർഗീയ കലാപങ്ങൾക്ക് ഇടമുണ്ടാകുകയില്ല കേരളത്തിൽ. എന്ത് വില കൊടുത്തും ജനങ്ങളെ വർഗീയവാദവരെ ഭിന്നിപ്പിച്ചുകൊണ്ട് വർഗീയ വിഷവിത്തുകൾ വാരി വിതറി കലാപങ്ങളിലൂടെ ലാഭം ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാവരെയും, അത് ഏത് വർഗീയ വിഭാഗമായാലും, അവരുമായി സന്ധി ഉണ്ടാകുകയില്ല LDFന്. ഒരു നിലപാടാണ്. അതുകൊണ്ടാണ് 10 കൊല്ലക്കാലം ഈ കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാകാത്തത്. ഇവിടെ പൂന്തറ ഉണ്ടായില്ല, ഇവിടെ മാറാടും ഉണ്ടായില്ല. മാറാടും പൂന്തറയും ഉണ്ടായത് ആരെയും സന്തോഷിപ്പിക്കുകയില്ല. അത് കേരളത്തിൻ്റെ മനസാക്ഷിക്കേറ്റ മുറിവാണ്. ഈ സമൂഹം ഏറ്റവും പ്രിയപ്പെട്ടതായി എഴുത്തിപ്പിടിച്ചു പോകുന്ന പലതിൻ്റെയും തകർച്ചയാണ് അതിലേക്ക് നയിച്ചത്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മതങ്ങൾക്കുള്ളിൽ വർഗീയതയുടെ വിത്ത് വിതയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെപ്പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞില്ല എൻ്റെ സുഹൃത്ത് ശ്രീ രമേശ് ചെന്നിത്തല. അത് യാദൃച്ഛികമല്ല. അദ്ദേഹം പരോക്ഷമായിട്ടാണെങ്കിൽ പോലും രൂക്ഷ വിമർശനമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന മുഴുവനും LDFന് നേർക്കായിരുന്നു. പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യമാണല്ലോ BJP. അതിൻ്റെ പുറകിലെ ശക്തിയെല്ലാം RSS ആണല്ലോ. അതേപ്പറ്റി ഒരു വാക്ക് പോലും മിണ്ടാത്ത, വെറുതെ ഒരു അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു പോകുന്നത് ഒരു സ്റ്റൈലായി കോൺഗ്രസ് പാർട്ടിയെങ്കിൽ അതിൻ്റെ കേരളത്തിലെ ജനങ്ങൾ ഗൗരവമായി കാണാൻ പോകുന്നില്ല. വാഗ്ദാനങ്ങൾ വാരി വിതറാൻ ഒരു മടിയുമുള്ളവരല്ല നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ. വികസനത്തിന്റെ എല്ലാ ചർച്ചയും ഉണ്ടാകേണ്ടത് ശൂന്യതയിലല്ല, നമ്മുടെ തറയിൽ ചവിട്ടിക്കൊണ്ട് വേണം ആ ചർച്ചകൾ ഉണ്ടാകേണ്ടത്. ഇവിടുത്തെ മനുഷ്യൻ, അവരുടെ ജീവിതം, സാമൂഹിക അന്തരീക്ഷം, ഇവിടുത്തെ പ്രകൃതി, ഇതെല്ലാം ആയിട്ട് ബന്ധപ്പെട്ടതാണ് വികസനം. അങ്ങനെ നോക്കുമ്പോൾ ആ വികസനത്തിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയതല്ലാതെ അതൊന്നും കോൺഗ്രസ് പറഞ്ഞാൽ ഒരാൾ പോലും ഗൗരവമായി കാണാൻ പോകുന്നില്ല. ഇന്ത്യ കേട്ട ഏറ്റവും വലിയ വികസന വാഗ്ദാനമായിരുന്നു ഗരീബി ഘട്ടാവ് കോൺഗ്രസിന്റെ. അതിനേക്കാളും ഇമ്പമേറിയ ഒരു വാഗ്ദാനം മുമ്പും പിമ്പും ഇന്ത്യ കേട്ടിട്ടില്ല. പക്ഷെ കോൺഗ്രസ് ഒരു വോട്ട് കാലത്ത് അത് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അത് മറന്നു. പാലം കടക്കുവോളം നാരായണ എന്ന് പറയുന്ന കോൺഗ്രസ്, BJP അങ്ങനെ തന്നെയാണ്. പാലം കടന്നാൽ പിന്നെ കൂരായണ എന്ന് പറയും. ഗരീബിനെ പറ്റി അപ്പോഴേ ചിന്തിക്കൂ, വോട്ടുകാലത്ത് മാത്രം. വോട്ടുകാലം കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഈ പറയുന്ന ദരിദ്രരെ ഓർമ്മ വരില്ല. അതിനപ്പുറം ഒരു വാഗ്ദാനവും ഇവിടെ ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് ശ്രീ രമേശ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് ഈ വാഗ്ദാനമുണ്ട്.
ആ വാഗ്ദാനം ചെറിയ വാഗ്ദാനമല്ല. കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ LDFിൻ്റെ മുഖ്യമായ വാഗ്ദാനം സാമൂഹിക മാത്രമല്ല, അത് വികസനപരം കൂടിയാണ്. വർഗീയ കലാപങ്ങൾക്ക് ഇടം കൊടുക്കില്ല കേരളത്തിൽ. എല്ലാ നിറത്തിലും പെട്ട, എല്ലാ ഇനങ്ങളിലും പെട്ട ശക്തികളുണ്ട് വർഗീയതയുടെ ആ കൂടാരത്തിൽ. അവരോടൊന്നും ഒരു സന്ധിയും ഉണ്ടാകുകയില്ല. ഇടതുപക്ഷത്തിൻ്റെ ഭരണമുണ്ടാകുമ്പോൾ വീണ്ടും പറയുന്നു, വികസനത്തിന് വേണ്ടിയും സമൂഹ മൈത്രിക്ക് വേണ്ടിയും ഇടതുപക്ഷം പറയുന്നു. അവിടെ മാറാട് ആവർത്തിക്കില്ല, ഒരു പൂന്തറവുണ്ടാകില്ല. അത്തരം എല്ലാ നീക്കങ്ങളെയും മുഖം നോക്കാതെ അമർച്ച ചെയ്യാൻ കഴിയുന്ന ഗവൺമെന്റ് ആയിരിക്കും LDF ഗവൺമെന്റ്. ഇതിൻ്റെ എല്ലാം പുറകിൽ പങ്കുവഹിക്കുന്ന മതങ്ങൾക്കുള്ളിൽ നിന്ന് ദൈവത്തെ കുടിയിറക്കിയിട്ട് അവിടെ പിശാചിനെ കുടിയിരുത്തും പോലെ വർഗീയതയെ കുടിയിരുത്തിയ വർഗീയവാദത്തെപ്പറ്റി, അതിൻ്റെ ആശയ ഭ്രാന്തിനെ പറ്റി ഒരു കോൺഗ്രസ് നേതാവ് ഒരു വാക്കുപോലും മിണ്ടാതെ പോയത് രമേശിൻ്റെ പ്രസംഗം തീർന്നപ്പോൾ എന്നെ അമ്പരിപ്പിച്ചു. ഒരു വാക്കുപോലും പറഞ്ഞില്ല ആ യാപത്തിനെ പറ്റി. എൻ്റെ ചോദ്യം ലളിതമാണ്. മഹാത്മാഗാന്ധിയുടെ പാർട്ടിക്ക് എങ്ങനെയാണ് ഈ യാപത്തിനെ പറ്റി പറയാൻ മറന്നു പോകാനാവുക? മറക്കാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ ഉറച്ച അഭ്യർത്ഥന കോൺഗ്രസിനോട്, ദയവായി ഇത്രമാത്രം നിങ്ങൾക്ക് ഇടതുപക്ഷ വിരോധമുണ്ടെങ്കിൽ പോലും ആ ആളുകൾ നിങ്ങൾക്ക് കേരളത്തിൽ BJP സ്നേഹമുണ്ടായാൽ പോലും നിങ്ങൾ ഈ അന്ധമായ ഇടതുപക്ഷ വിരോധം മൂലം മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും മറക്കാതിരിക്കണം. മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും കോൺഗ്രസ് മറന്നില്ലെങ്കിൽ കോൺഗ്രസിന് വർഗീയവാദത്തെപ്പറ്റി പറയാതിരിക്കാൻ പറ്റില്ല, പറഞ്ഞേ തീരൂ. വർഗീയവാദത്തിൻ്റെ ഏറ്റവും വലിയ വിഷലിപ്തമായിട്ടുള്ള മുഖം ഇന്ത്യയിൽ കാണിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയാണ്. നമ്മുടെ യുവ സുഹൃത്ത് മേയർ കൂടിയായ രാജേഷ് പ്രതിനിധീകരിക്കുന്ന ആ പക്ഷം, അത് വ്യക്തികളെപ്പറ്റി ഞാൻ പറയുകയല്ല, ആശയപരമായി അത് വലിയൊരു വിപത്തിൻ്റെ സൂചന നൽകുന്ന പക്ഷമാണത്. വിപത്തിൻ്റെ. ഇന്ത്യക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ മതനിരപേക്ഷ മൂല്യങ്ങൾ മുറുകെ പിടിച്ചേ മതിയാവും. അത് ഇന്ത്യൻ വികസനത്തിൻ്റെ, കേരള വികസനത്തിൻ്റെ ഒരു മുന്നുപാധിയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ 5 ഗ്യാരണ്ടിയെ പറ്റി പറഞ്ഞു. എല്ലാ ഗ്യാരണ്ടിയേക്കാളും വലിയ ഗ്യാരണ്ടി മനുഷ്യന്, എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് സമാധാനപരമായി മാനം മര്യാദയായി സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാനാകണം. കലാപത്തിൻ്റെ ഭ്രാന്ത് പിടിച്ചവർ വന്ന് അവരെ ആക്രമിക്കാൻ പാടില്ല. UPയിലും മറ്റു പല ഭാഗത്തും കണ്ടതുപോലെ ന്യൂനപക്ഷങ്ങൾ വെട്ടിയിടപെടാൻ പാടില്ല. ആദിവാസിയും ദളിതരെയും ആട്ടിപ്പയക്കുന്ന ഭ്രാന്ത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതെല്ലാം ഒരു നിലപാടായി പറയാൻ എന്തുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് മടിക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം. മടിക്കാൻ പാടില്ല. അവിടെയാണ് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഇടതുപക്ഷക്കാർ, ഞങ്ങൾ മതവിശ്വാസങ്ങൾക്കെല്ലാം എതിരാണെന്നൊരു വാദമുണ്ട്. ആ വാദം പച്ചക്കള്ളമാണ്. എല്ലാ മതങ്ങളിലും പെട്ട വിശ്വാസങ്ങളെയും വിശ്വാസികളെയും ഇടതുപക്ഷം മാനിക്കും. ഞങ്ങൾ ചില ആളുകൾ ഒരുപക്ഷെ ആശയപരമായി ഭൗതികവാദികളായിരിക്കാം. പക്ഷെ ഇന്നത്തെ മുഖ്യ പ്രശ്നം അതല്ല. ഇന്നത്തെ മുഖ്യ പ്രശ്നം ആശയവാദമാണോ ശരി അതോ ഭൗതികവാദമാണോ ശരി, ആ തർക്കമല്ല. ആ തർക്കമൊക്കെ പണ്ട് ഉണ്ടായതാണ്. ഇനിയും ഒരുപാട് കാലം അത് ഉണ്ടാവുകയും ചെയ്യും. മനുഷ്യൻ്റെ ബോധം പിച്ചു വയ്ക്കാൻ തുടങ്ങിയ കാലം മുതൽ ആരംഭിച്ച സംവാദമാണത്. ഇനിയും 1000 കൊല്ലം കഴിഞ്ഞാലും ആ സംവാദം തീരില്ല. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മറുപടി ഞാൻ പറയാം. ആശയം ആദ്യമുണ്ടായാലും കൊള്ളാം, പദാർത്ഥം ആദ്യമുണ്ടായാലും കൊള്ളാം. ഇവിടെ മനുഷ്യന്റെ ജീവിതത്തിലാണ് ഇന്നും നാളെയും പ്രാധാന്യം. അവൻ്റെ ഭാവിയാണ് മുഖ്യം. അതേപ്പറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും അടക്കമുള്ള വികസനമാണ് അടിസ്ഥാനമാകേണ്ടത്. ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. വികസനം എന്ന് പറഞ്ഞാൽ കുറേയേറെ പണം കൊണ്ട് വലിയ കൊട്ടാരം കെട്ടുകയല്ല.
വികസനം ഭൂരിപക്ഷം ജനങ്ങൾക്കും ഇന്നലെ ജീവിച്ചതിനേക്കാളും മെച്ചപ്പെട്ട ജീവിതം ഇന്ന് ഉറപ്പാക്കാനാകണം. അതാണ് വികസനം. ഞങ്ങൾ 10 കൊല്ലക്കാലത്തെ ഭരണത്തിൽ അത് ഉറപ്പാക്കിയവരാണ്. ഞങ്ങൾ 5 ലക്ഷം വീട് പണിതവരാണ്. ലക്ഷക്കണക്കിന് ഭൂരഹിതർക്ക് ഞങ്ങൾ ഭൂമി കൊടുത്തവരാണ്. ഞങ്ങൾ എല്ലാവരുടെയും പരിഹാസം കേട്ടുകൊണ്ട് തന്നെ തലകുനിക്കാതെ 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നവരാണ്. അതൊരു വലിയ പരമ്പരയാണ്. ഞങ്ങൾ ദരിദ്രന്റെ കൂടെയാണ് നിന്നത്. നാളുകൊണ്ട് മാത്രമല്ല, എല്ലാ തരത്തിലും. ഞങ്ങൾ അതുകൊണ്ട് മുന്നോട്ട് വെച്ച ആശയം കരുതലിൻ്റെതായിരുന്നു. കരുതൽ, ആ കരുതൽ ചേർത്ത് പിടിക്കലാണ്. സമൂഹത്തിന് ദുർബലരെ, മനുഷ്യരെ, പാവങ്ങളെ, ദളിതരെ, ആദിവാസികളെ, ന്യൂനപക്ഷങ്ങളെ, സ്ത്രീകളെ ഞങ്ങൾ തീർച്ചയായിട്ടും ചേർത്ത് പിടിക്കും. മുരളി ഇപ്പം ചിന്തിക്കും ഒരു കാര്യം, ആ ചിന്തയ്ക്ക് നാളെ ഉത്തരം കിട്ടും. മുരളി ഉച്ചയ്ക്ക് കേട്ട ഏതോ വാർത്തയെപ്പറ്റി എന്തെങ്കിലും പറയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന മുരളിയോട് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഉത്തരം കിട്ടിയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ആ പക്ഷത്താണ്. സ്ത്രീ സുരക്ഷ, ന്യൂനപക്ഷ രക്ഷ, ദളിത് ആദിവാസി പക്ഷപാതിത്വം, ഇതെല്ലാം ഇടതുപക്ഷത്തിൻ്റെ മുഖമുദ്രയാണ്. ഇന്ത്യയിൽ ആകെ അങ്ങനെയാണ്, കേരളത്തിലും അങ്ങനെയാണ്. കേരളത്തിൽ ഞങ്ങൾക്ക് നിലപാട് വേറെയില്ല. ഇന്ത്യയിലെമ്പാടും ഞങ്ങളതുകൊണ്ട് ഈ കാര്യം ഉറപ്പിച്ചു പറയുന്നു. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള മഹത്തായ സമരത്തിൽ ഇടതുപക്ഷക്കാർ ഏറ്റവും അടുത്ത ബന്ധുക്കളെ കാണുന്നത് ആരെയാണ്? കാണുന്നത് യഥാർത്ഥ മതവിശ്വാസികളെയാണ്. നിങ്ങളെല്ലാവരെയും ഇല്ലെങ്കിൽ ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ ക്രിസ്ത്യനോ മുസ്ലിമോ ഹിന്ദുവോ ആരുമാകട്ടെ, എല്ലാ മതങ്ങളിലും പെട്ട വിശ്വാസികളാണ്. മതേതരത്വ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിൽ ഞങ്ങളുടെ ബന്ധുക്കളെന്ന് ഇടതുപക്ഷം എന്നും ഉറക്കം പറയും. ആ അർത്ഥത്തിൽ ഞങ്ങൾക്ക് അവരോട് സാഹോദര്യമുണ്ട്. അവരും ഞങ്ങൾ വേറെയല്ല. അവിടെ പള്ളിയിൽ പോകുന്നുണ്ടോ, അമ്പലത്തിൽ പോകുമോ, ആ ചോദ്യം തടസ്സമേ അല്ല. പോകുന്നവർക്കെല്ലാം പോകാം, എത്ര കാലം വേണമെങ്കിലും പോകാം. എല്ലാ അവകാശങ്ങളെയും ഒരുപോലെ കാണും ഈ പക്ഷം. സീസറും ദൈവവും, അത് ആ വരയുണ്ടെങ്കിൽ ആ വര അങ്ങനെ ആ വഴിക്ക് പോട്ടെ. രാഷ്ട്രീയം ആ വഴിക്ക് പോട്ടെ, വിശ്വാസം ആ വഴിക്ക് പോകട്ടെ. ഞങ്ങൾക്ക് ആ വരെ അറിയാം. ഞങ്ങളതിനെ മാനിക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ള ചവിട്ടുപിടിയല്ല മതം. മതം വിശ്വാസിയും ദൈവവും തമ്മിലുള്ളൊരു ഉടമ്പടിയാണ്. സങ്കടം പറയാൻ വേണ്ടിയുള്ള അവൻ്റെ മാധ്യമമാണ് മതം. ആ അർത്ഥത്തിൽ ഞങ്ങളതിനെ മാനിക്കും, സ്നേഹിക്കും. പക്ഷെ അല്പം പോലും ഞങ്ങൾ മതഭ്രാന്തനെ മാനിക്കില്ല. എല്ലാ മതങ്ങളിലും പെട്ട എല്ലാത്തരം തീവ്രവാദങ്ങളെയും ഞങ്ങൾ പറയും അത് മതവിരുദ്ധമാണെന്ന് പറയും. എല്ലാ തീവ്രവാദങ്ങളും മതവിരുദ്ധമാണ്, ദൈവവിരുദ്ധമാണ്. അത് പൂർണ്ണമായും മനുഷ്യവിരുദ്ധവുമാണ്. അതുകൊണ്ട് മനുഷ്യനും മതത്തിനും ദൈവത്തിനും ഒരുപോലെ എതിരായ തീവ്രവാദികളുമായി ഇടതുപക്ഷത്തിന് ഒരു സമ്പർക്കവും ഉണ്ടാകാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഈ നിലപാട് ശാശ്വതമാണ്, ഇളകാത്ത ഒന്നാണ്. കേരളം അതിനെ കണ്ടിട്ടുണ്ട്, അതിനെ മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞത്, ഞങ്ങൾ ഭരിക്കുന്ന കേരളത്തിൽ മാറാടില്ല, പൂന്തുറയുമില്ല. അവിടെ സാഹോദര്യത്തിൻ്റെ ശക്തികൾക്കായിരിക്കും എല്ലാ പിന്തുണയും ഇടതുപക്ഷം കൊടുക്കുക എന്ന കാര്യം ഞാൻ വ്യക്തമാക്കുന്നു. അങ്ങനെയുള്ള സമൂഹത്തിൽ തീർച്ചയായിട്ടും വികസനം വരും. ഇവിടെ ഉണ്ടായിട്ടുള്ള വളർച്ചയുടെ ഡാറ്റ മാത്രം നോക്കിയാൽ മതി. എത്ര പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു, എത്ര പുത്തൻ സ്റ്റാർട്ട്സപ്സ് ഉണ്ടായി, എത്ര പുതിയ ഹൈവേകളുണ്ടായി. ഇവിടെ രമേശൻ പറഞ്ഞു, വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി പറഞ്ഞു. ആ തുറമുഖത്തിൻ്റെ പൊട്ടൻഷ്യൽ പൂർണ്ണമാകണമെങ്കിൽ ഇത്രയും സ്വാഭാവികമായിട്ടുള്ള തുറമുഖത്ത്, ലോകത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങൾക്കെല്ലാമുള്ള സ്വാഭാവിക അനുഗ്രഹമുണ്ട് വിഴിഞ്ഞത്തിന്. അതിൻ്റെ ഫലമായിട്ടുള്ള അടുക്കാൻ പോകുന്ന വലിയ കപ്പലുകൾക്ക് ഇവിടെ കൊണ്ടുവരുന്ന ഒരുപാട് കണ്ടെയ്നേഴ്സ്, അതിൻ്റെ മൂവ്മെൻറ്റുകളാണ് മുഖ്യം.
റെയിൽ വഴിയും റോഡ് വഴിയും എല്ലാ ഭാഗത്തേക്കും ഈ കണ്ടെയ്നേഴ്സിന് പോകാനായാലേ ഈ വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യൽ മുഴുവനും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് അപ്പോഴേ പറ്റൂ, അത് വേണം. അതുകൊണ്ട് വിഴിഞ്ഞതുമായി ബന്ധപ്പെട്ട റെയിൽ കോറിഡോർ വേണം, റോഡ് ഗതാഗതം ശക്തിപ്പെടണം, അതിവേഗ റെയിൽ വരണം. ഇതിനൊക്കെ വേണ്ടിയുള്ള സമരത്തിൽ എവിടെയാണ് നിൽക്കാൻ പോകുന്നത് കോൺഗ്രസ്? സമരം വേണ്ടി വരും. കാരണം കേന്ദ്ര ഗവൺമെൻറ് ഇതെല്ലാം പറയുമ്പോഴത്തേക്കും കേരളത്തെ കാണുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനം എന്ന രീതിയിലാണ്. ഭരിക്കുന്ന പക്ഷം ഏതുമാകട്ടെ, ഇടതുപക്ഷമാകാം, കോൺഗ്രസ് ആകാം, ആരും ആകട്ടെ, പക്ഷെ കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. ഇവിടുത്തെ മനുഷ്യർ ഇന്ത്യക്കാരാണ്. അവർക്കെല്ലാം ലഭിക്കേണ്ടതൊക്കെ ലഭിച്ചേ തീരൂ. ബജറ്റ് വന്നപ്പോൾ അത് കണ്ടില്ല. അതുവരെ പറയുന്ന ദേശസ്നേഹത്തെ പറ്റിയൊന്നും നമ്മൾ കണ്ടില്ല. നമ്മുടെ ഇന്ത്യയുടെ മക്കൾ തന്നെയാണ്. പക്ഷെ ദേശീയ വിഹിതം പങ്കിടുമ്പോൾ BJP ഗവൺമെൻറ് പൂർണ്ണമായിട്ടും കേരളത്തെ മറക്കുകയാണ്. നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടായില്ല. വാഗ്ദാനം ചെയ്യപ്പെട്ട ഹൈസ്പീഡ് റെയിൽ ഉണ്ടാകുന്നില്ല. നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട എയിംസിനെ കണ്ടില്ല. റെയിൽവേ സോണില്ല. അങ്ങനെ ഒരുപാട് പട്ടികയുണ്ട്. അതൊന്നും യാദൃച്ഛികമല്ല. ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ്റിനോട് രാഷ്ട്രീയ വൈരം മൂലം ഒരു വിവേചനത്തിൻ്റെ മാത്രം അതല്ല, ഒരു ഉപരോധമാണ് BJP നയം. അതേപ്പറ്റി മിണ്ടാൻ എന്തുകൊണ്ട് കോൺഗ്രസ് അടച്ചു നിൽക്കുന്നു? ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് തീർക്കാം. പക്ഷെ അപ്പുറത്ത് BJP ആണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്, ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിലെ കോൺഗ്രസ്, ആ കോൺഗ്രസിന് അപ്പുറത്ത് BJP ഉണ്ടെങ്കിൽ അവർക്ക് എതിർക്കാൻ എന്തോ താക്ക് പൊങ്ങുന്നില്ല. കാരണം BJPയും കോൺഗ്രസും ആ കാര്യത്തിൽ ഒന്നാണ്. ഇടതുപക്ഷത്തിലെ തടയാൻ വേണ്ടിയുള്ള ഒരു തത്വരഹിതമായിട്ടുള്ള സന്ധിയുണ്ട് അവർ തമ്മിൽ, സഖ്യമുണ്ട് അവർ തമ്മിൽ എന്ന് ഞാൻ ന്യായമായിട്ടും ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. തെളിവുകളുണ്ട് കേരളത്തിൽ. 1991 വടകര, ബേപ്പൂർ, മുരളിക്ക് ഓർമ്മയുണ്ടാകും. അവിടെയാണ് ആരംഭിച്ചത്. അന്നാണ് ഈ പറയുന്ന വടകര ബേപ്പൂർ മോഡൽ എന്ന പ്രയോഗം രാഷ്ട്രീയത്തിൽ വന്നത്. BJPയും കോൺഗ്രസും അവിടെ കൈകോർത്ത് പിടിച്ചു. ഒപ്പോസ് LDF. അവർ തോറ്റുപോയി. പിന്നെ പലപ്പോഴും ആവർത്തിച്ചു. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു. അത് എപ്പോഴും പരിസരമായിട്ടായിരിക്കില്ല. പക്ഷെ ചില ഇടയ്ക്കിടയ്ക്ക് അത് പുറത്തു വരും. BJPയുടെ മുൻ പ്രസിഡന്റായിരുന്ന ശ്രീ KG മാലാർ അദ്ദേഹത്തിന് ആത്മകഥ എഴുതിയപ്പോൾ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഈ ഡീലിനെ പറ്റി. 40 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ വോട്ട് BJPക്കും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം എന്നൊരു വാക്കുണ്ടായിരുന്നു അത്രേ. ആ വാക്ക് BJP പാലിച്ചു. പക്ഷെ കോൺഗ്രസ് വാക്ക് പാലിച്ചില്ല. ഇതാണ് അതിലെ പരിദേവനം. തുടർന്നിങ്ങോട്ട് എല്ലായ്പ്പോഴും അത് തന്നെയാണ്. ഞങ്ങൾ കൃത്യമായിട്ടും പറയുന്നത് ഞങ്ങൾക്ക് BJPയുമായിട്ടുള്ള സമ്പർക്കം സാധ്യമല്ല. അതിന് കാരണം BJP നയിക്കുന്ന ഐഡിയോളജിയാണ്. ആ ഐഡിയോളജിയുടെ സാരാംശം ഒരിക്കലും ഒരു സെക്യുലർ രാഷ്ട്രത്തിന് ഉൾക്കൊള്ളാനാകുന്നതല്ല. നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കും പോലെ ചില ആളുകൾ ഇടയ്ക്കിടയ്ക്ക് BJPയെ പറ്റി ഒരുപാട് പുകഴ്ത്താറുണ്ട്. ചിലപ്പോൾ BJPയുടെ മഹത്വം പറയാറുണ്ട്. അവരെല്ലാം അറിഞ്ഞിരിക്കട്ടെ, BJP നയിക്കുന്ന ആശയങ്ങളുടെ ഒരു അടിസ്ഥാന ഗ്രന്ഥമായിട്ട് പലപ്പോഴും പ്രകൃതിക്കപ്പെടുന്നുണ്ട്. അത് ബഞ്ച് ഓഫ് തോട്ട്സ് ആണ്. ആ ബഞ്ച് ഓഫ് തോട്ട്സിലെ ഒരു ഭാഗത്ത് പറയുന്നത് ഇന്റേണൽ ത്രെഡ്സ് ഓഫ് ദ കൺട്രി, അതിനെപ്പറ്റിയാണ്. രാജ്യം നേരിടുന്ന ആഭ്യന്തര വെല്ലുവിളികൾ. അതിൽ 2ാമത്തെ സ്ഥാനമാണ് ഉള്ളത് ക്രിസ്ത്യാനികൾക്ക്. 1ാം സ്ഥാനം മുസ്ലിമുകൾക്കാണ്. 3ാം സ്ഥാനമേ ഉള്ളൂ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും. 1ാം ശത്രു മുസ്ലിമുകൾ, 2ാം സ്ഥാനം ക്രിസ്ത്യാനികൾക്ക്, 3ാം സ്ഥാനം കമ്മ്യൂണിസ്റ്റുകാർക്ക്. ശത്രു പട്ടികയിലാണ്. ഇവരെല്ലാം ആഭ്യന്തര ശത്രുക്കളാണ് നാടിൻ്റെ. എന്നുവെച്ചാൽ ഈ രാഷ്ട്രീയമാണ് നയിക്കുന്നത് ഭരിക്കുന്ന BJPയെ. ചെറിയ ആപത്തല്ല, വ്യക്തികളുടെ കുറ്റമല്ല ഇത്, ആശയത്തിൻ്റെ കുറ്റമാണ്. ഈ ആശയങ്ങളുടെ വേറൊരു രൂപമാണ് ഹിറ്റ്ലറെ ഉണ്ടാക്കിയത്, മുസോളിനിയെ വാർത്തെടുത്തത്. ഈ ആശയം തന്നെയാണ് നെതന്യാഹുമാരെ ഉണ്ടാക്കുന്നത്. ഇത് തന്നെയാണ് ട്രംപിനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യുദ്ധമുണ്ടാകുന്നത്.
അതുകൊണ്ടാണ് നമ്മുടെ എല്ലാം മേൽ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ഈ കരിമേഘങ്ങൾ എപ്പോഴും വ്യാപിക്കുന്നത്. അത് വന്നാൽ എന്ത് വികസനം? യുദ്ധം വന്നാൽ എന്ത് വികസനം, എന്ത് പുരോഗതി, എന്ത് മനുഷ്യൻ, എന്ത് ജീവിതം? ഇതൊന്നും അവർക്ക് ബാധകമല്ല. ആരാണ് ഈ അവർ? അത് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ കടിഞ്ഞാൺ അവർ പിടിക്കുന്നുണ്ട്. അവർക്ക് യുദ്ധമാണ് വേണ്ടത്. എന്നാലേ ആയുധം വെക്കാൻ പറ്റൂ. ഒരാരെയും തമ്മിൽ തെല്ലിപ്പിക്കും. ആ കൂട്ടരുടെ കയ്യിൽ ലോകം അമരാൻ പാടില്ല. അമർന്നാൽ ഇന്ത്യക്ക് രക്ഷയില്ല, രക്ഷ കേരളത്തിനുമില്ല. അതൊരു ട്രയോവാണ്. ആ കൂട്ടുകെട്ടിൽ ഒരു മൂർണ്ണ കൂട്ടുകെട്ടാണ്. ഒരു ഭാഗത്ത് അമേരിക്കയുണ്ട്, വേറൊരു ഭാഗത്ത് നെതന്യാഹുവിൻ്റെ ഇസ്രായേലി സിയോണിസമുണ്ട്, ഈ ഭാഗത്ത് നരേന്ദ്രമോദിയും കൂട്ടുകാരുമുണ്ട്. ഈ മൂന്ന് ആശയങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിട്ടുള്ളതാണ് ചില വിരോധങ്ങൾ. ഹേട്രഡ് ഇൻ ദ പൊളിറ്റിക്സ്, ഇറ്റ് ഈസ് ഔട്ട് ആൻഡ് ഔട്ട് ആൻറ്റി ഡെവലപ്മെന്റ്. വൈരാഗ്യത്തിൻ്റെയും വിരോധത്തിൻ്റെയും രാഷ്ട്രീയമല്ല വികസന രാഷ്ട്രീയം. ആ രാഷ്ട്രീയം മൈത്രിയും മതനിരപേക്ഷതയും ജനാധിപത്യവുമുള്ള രാഷ്ട്രീയമായിരിക്കണം. സുഗേർലിറ്റി എന്നൊരു വാക്കുണ്ട്. ആ വാക്കായിരിക്കും നമ്മുടെ ഭരണഘടനയുടെ ആത്മാവായി പ്രകീർത്തിക്കപ്പെടുന്ന പ്രിയാമ്പിളിലെ ഏറ്റവും കണ്ണായ വാക്ക്. ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞ് പറയുന്ന ഒന്നാമത്തെ വാക്കാണ് ഇൻ ടു എ സോവറിൻ. അത് പറഞ്ഞിട്ടേ നമ്മൾ ഡെമോക്രസിയെ പറ്റി പറഞ്ഞുള്ളൂ. പിന്നീടാണ് സെക്യുലറിസവും സോഷ്യലിസവും വന്നത്. എല്ലാത്തിനേക്കാളും മുമ്പ് ഇന്ത്യ പറഞ്ഞത് സോവറിൻ എന്ന സങ്കല്പമാണ്. അത് വെറും ഒരു സങ്കല്പമല്ല, അത് വികസനത്തിൻ്റെ താക്കോലാണ്. പരമാധികാരത്തിൻ്റെ പ്രശ്നമാണത്. ആ പരമാധികാരം ഇന്ത്യക്ക് തന്നെ വേണം. ആ പരമാധികാരം പലപ്പോഴും പണയപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ. അതുകൊണ്ടാണ് യുദ്ധത്തിൻ്റെ കാര്യം പറയുമ്പോൾ ട്രംപിൻ്റെ ഏതോ ഒരു സെക്രട്ടറി പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞാൽ എല്ലാം ഇന്ത്യ കേൾക്കുമെന്ന്. ഞങ്ങൾ വില കുറയ്ക്കാൻ പറഞ്ഞാൽ വില കുറയ്ക്കും. റഷ്യയിലെ എണ്ണ വാങ്ങേണ്ടത് വാങ്ങില്ല. യുദ്ധം നിർത്താൻ പറഞ്ഞാൽ നിർത്തും. ഇന്ത്യയിൽ നിർത്തും, അതുപോലെ പാകിസ്ഥാനും നിർത്തും. ഈ ന്യായങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരാൾ ഇങ്ങനെ ലോകത്തോട് പറയുകയാണ്, ഞാനാണ് നോബൽ സമ്മാനം കിട്ടേണ്ട ആളെന്ന്. ഇതെല്ലാം നാം പരിഹാസത്തിൻ്റെ ഒരു മുഖമാണ്. ലോകത്തെല്ലാം യുദ്ധം വിതയ്ക്കുന്ന മരണത്തിൻ്റെ കച്ചവടക്കാരൻ, അയാൾ പറയുന്നു ഞാനാണ് ലോകത്തെ സമാധാനത്തിൻ്റെ കാവൽക്കാരനെന്ന്. അയാൾ അവകാശപ്പെടുന്നു എനിക്ക് നോബൽ പീസ് പ്രൈസ് കിട്ടാൻ അർഹതയുള്ളൂവെന്ന്. ഇതൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ നാടിൻ്റെ സോവറിൻ സങ്കല്പങ്ങളുടെ മേൽ എപ്പോഴും വിക്കട്ട് കയറാൻ ഒരു മടിയും ഓർക്കില്ല. ട്രംപ് പറയുന്നു, ട്രംപിൻ്റെ എല്ലാ ശിങ്കിടിമാരും പറയുന്നു, ഇന്ത്യയുടെ ഗവൺമെന്റിന് ഈ സോവറിനിറ്റിയെ പറ്റി പരിഗണന വേണം. അത് ഉറപ്പാക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുന്നുണ്ട്. സോവറിനിറ്റി വേണം, പരമാധികാരം നമുക്കായിരിക്കണം, വേറെ ആർക്ക് വാങ്ങാൻ പാടില്ല. വി സ്റ്റാൻഡ് ഫോർ ദാറ്റ് സോവറിനിറ്റി. എന്നാലേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതടക്കമുള്ള വിഷയങ്ങൾ വന്നാലേ കേരളത്തിൻ്റെയും വികസനം സാധ്യമാകാൻ പറ്റൂ. അതുകൊണ്ട് സമാധാനത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും രാഷ്ട്രീയം, വർഗീയ പ്രാന്തിൻ്റെയും മതമൈത്രിയുടെയും രാഷ്ട്രീയം അതും കൂടെ പറയാതെ കേവലമായ കുറച്ച് അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഗരീബി കട്ടാവ് മോഡലിൽ കൈ കഴുകി പോകുന്ന ആ വാദഗതിയോട് തീർത്തും യോജിക്കാനാകുന്നില്ല. സുഹൃത്തുക്കളാണ് ഇതിലെല്ലാവരും. അതുകൊണ്ട് വ്യക്തിപരമല്ല, ആശയപരമായിട്ട് ഞങ്ങളിതിനെ കാണുന്നത് ഇങ്ങനെയാണ്. ആ കാര്യം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം ചുരുക്കുന്നു. നമസ്കാരം.